ലോകമെമ്പാടും ഏറെ ഞെട്ടലോട് കൂടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ലിബിയൻ എയർപോർട്ടിൽ നിന്നുള്ള ആ വാർത്ത കേട്ടിട്ടുള്ളത്. 2 തവണ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് തിരിച്ച് ഇറക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. ഇതിന് കാരണമായിട്ടുള്ളത് ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഈ സ്റ്റോറിയുടെ ഏറ്റവും ഹൈലൈറ്റ്. ഹായ് ഹലോ, ഐ എം ജുനൈസ്. ഐ ആം ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മെന്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തും ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാവുന്നതാണ്. കഴിഞ്ഞ ദിവസം തന്റെ ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ലിബിയൻ എയർപോർട്ടിൽ എത്തിയിട്ടുള്ള ആമിർ എന്ന വ്യക്തി തന്റെ പാസ്പോർട്ടും കാര്യങ്ങളും അതിന്റെ വെരിഫിക്കേഷനും ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിലേ വരികയാണ്. എന്നാൽ ബാക്കിയുള്ള എല്ലാ ഹജ്ജ് യാത്രക്കാരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്ത് ഫ്ലൈറ്റിൽ ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. കുറഞ്ഞ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ എന്ത് ചെയ്യാണ്, ആമിറിന് പ്രവേശനം തടയുകയാണ്. പൈലറ്റ് പറയാണ് ആ വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റൂല, ഞാൻ എന്ത് ചെയ്യാണ് ടേക്ക് ഓഫ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. ഈ സമയം എയർപോർട്ടിലെ ബാക്കിയുള്ള അധികാരികളും മറ്റുള്ളവരും എന്ത് ചെയ്യാണ്, ആമിറിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. സാരമില്ല, നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യാം, ഹജ്ജിന് വേണ്ടിയിട്ട് പോവാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടേക്കുള്ള യാത്ര സുഖകരമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ആമിർ വളരെ സ്ട്രോങ് ആയിട്ട് പറയാണ്, ഞാനൊരു ഇന്റൻഷൻ വെച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്, ഒരു നിയത്ത് വെച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്, ഹജ്ജിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്റെ നാഥൻ, എന്റെ പടച്ചോൻ, എന്റെ റബ്ബ് തുണക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ എത്തുന്നത്. ഇതിനുശേഷം കുറഞ്ഞ സമയത്തിന് ശേഷം ആ എയർപോർട്ടിലേക്ക് ഒരു ഇൻഫർമേഷൻ വരികയാണ്, കുറച്ചു മുന്നേ ടേക്ക് ഓഫ് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റിന് ചെറിയ തകരാറുകളുണ്ട്, തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ളത്. തിരിച്ച് ലാൻഡ് ചെയ്യുന്നു, അതിന്റെ തകരാറുകൾ തീർക്കുന്നു. എന്നാൽ പൈലറ്റ് ആമിറിനെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഗെയിൻ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് പോവാണ്. ഈ സമയത്തും അധികാരികൾ ആമിറിനോട് പറയാണ്, തീർച്ചയായിട്ടും നെക്സ്റ്റ് ഒരു സമയത്ത് എന്ത് ചെയ്യാം, ആമിറിന് അങ്ങോട്ട് പോകാന്ന് പറയാണ്. ഈ സമയത്തും ആമിർ ഉറച്ച മനസ്സോടുകൂടി പറയാണ്, എനിക്കൊരു ഇന്റൻഷൻ ഉണ്ട്, എനിക്കൊരു നിയത്തുണ്ട്, ഞാൻ അവിടെ എത്തുക തന്നെ ചെയ്യും, എന്റെ റബ്ബ് അതിന് തുണക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അടുത്തൊരു ഇൻഫർമേഷൻ ആ ഫ്ലൈറ്റിൽ നിന്നും കിട്ടുന്നത്, അഗെയിൻ ഫ്ലൈറ്റ് തകരാറിലായിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ളത്. ഈ ലാൻഡിങ്ങിന് ശേഷം ആ പൈലറ്റ് പറയാണ്, ഇനി ഞാൻ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ആരുണ്ടാവണം, ആമിർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാവണം എന്ന് പറയാണ്. എന്നാൽ ആമിർ എന്നുള്ള വ്യക്തി തന്റെ വിശ്വാസം, ശുഭാത്മവിശ്വാസം കൈവിടാതെ അവിടെ തന്റെ യാത്രക്കായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അതേ ഫ്ലൈറ്റിൽ തന്റെ ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആമിർ എന്ത് ചെയ്യാണ്, മക്കയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് എത്ര തന്നെ പ്രതിസന്ധികൾ ഏത് രീതിയിൽ നമ്മുടെ ലൈഫിൽ മുന്നിട്ട് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി നമ്മുടെ ഇന്റൻഷൻ ചെക്ക് ചെയ്യുക, നമ്മൾ അതിൽ ഉറച്ച് വിശ്വസിച്ച് പരിപൂർണ വിശ്വാസത്തോടു കൂടി നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, പൗലോ കൊയ്ലോ തന്റെ ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്ന പോലെ നമ്മുടെ ആഗ്രഹം തീവ്രമാണെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം പരിപൂർണ അവസ്ഥയിൽ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. ഈ സ്റ്റോറിയുടെ എൻഡിങ് ഇങ്ങനെയാണ് വരുന്നത്. ആഫ്റ്റർ ലാൻഡിങ്ങിന് ശേഷം പൈലറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആമിറിന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ക്ലിയർ ആക്കിയതിനു ശേഷമാണ് പോകുന്നത്. സോ ഓൾവേസ് ചെക്ക് യുവർ ഇന്റൻഷൻ, ചെക്ക് യുവർ കോൾസ്. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു സംഗതി നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ സംഗതി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്.